എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി അറിഞ്ഞിട്ടില്ല ബാലചന്ദ്രൻ അവിടെ ICUയിൽ അഡ്മിറ്റ് ആക്കിയ കാര്യം. അതുകൊണ്ട് തന്നെ നേഴ്സ് ചോദിക്കുന്നുണ്ട്, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ICUയിൽ അഡ്മിറ്റ് ആണല്ലോ, അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ ഭർത്താവോ ബാലചന്ദ്രനോ എന്നിങ്ങനെ എടുത്തു ചോദിക്കും. അന്നേരം അതേന്ന് ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നത് എന്ന് പറയും. അന്നേരം എന്നെ പിള്ളേരാരും വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് സിസ്റ്ററോട് പറയുവാണ്, വീട്ടിൽ പിള്ളേരാരും കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരാരും വിളിച്ച് പറയാത്തത്, അവരെല്ലാം സ്കൂളിൽ പോകുമല്ലോ എന്ന് പറയുക. അന്നേരം സിസ്റ്റർ ചോദിക്കും, അതെന്താ നിങ്ങൾ തമ്മിൽ ശരിക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ലേ, അത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയുവാണ്, ഞങ്ങൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്, അങ്ങനെ ഉള്ളപ്പം പിന്നെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ, ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചതിക്കപ്പെടും എന്ന് പറയുമ്പം ആ സിസ്റ്റർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കഴുത്തിൽ താലി വീഴുമ്പോഴേ നമ്മൾ ചതിക്കപ്പെടുമല്ലേ, പൊന്നു പോലെ നോക്കും എന്നൊക്കെ കരുതി നമ്മൾ അവരുടെ കൂടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പം പൊന്നു പോലെയും വെള്ളി പോലെയും ഒന്നും നോക്കണ്ടായിരുന്നു, അലുമിനിയം പോലെ നോക്കിയാൽ മതിയായിരുന്നു, അതാകുമ്പം തേച്ച് വെളുപ്പിക്കുമ്പം കുറച്ച് തിളക്കം അതിനും ഉണ്ടല്ലോ, അത് മതിയായിരുന്നു, അതുപോലെ നമുക്ക് കിട്ടാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിസ്റ്റർ. അത് കഴിഞ്ഞ് സിസ്റ്റർ അങ്ങ് പോവാം. അങ്ങനെ നേഴ്സ് അങ്ങ് പോയി കഴിയുമ്പം വൈജയന്തി ബബിതയെ വിളിക്കുവാണ്. അന്നേരം ബബിതയുടെ ഫോൺ ഇരുന്ന് റിങ് ചെയ്യുന്നതാണെന്തേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ വരും. എന്നിട്ട് ദേ ചേച്ചി അമ്മ വിളിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഫോൺ കൃഷ്ണമോൾ എടുക്കുന്നതേക്ക് ഓടി വന്ന് തട്ടിപ്പറിക്കും. അടിക്കുക, എനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞത്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത്, അമ്മയ്ക്ക് ടെൻഷൻ ആവും എന്ന്. ആയിക്കോട്ടെ, അതൊക്കെ എനിക്കറിയാം, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് ബബിത ഫോൺ എടുക്കുവാണ്. ഫോൺ എടുക്കുന്നത് വൈജയന്തി ചോദിക്കും, നീ എവിടെയാ എന്ന്. ഞാൻ വീട്ടിലുണ്ടമ്മേ എന്ന് പറയുമ്പോൾ, ഇന്നെന്താ കോളേജിൽ പോകാത്തത് എന്ന് ചോദിക്കും. അന്നേരം പറയുവാണ്, എനിക്കിന്ന് ഒരു മൂഡ് സ്വിങ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് പോകാത്തതെന്ന്. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പം, എന്തോ എനിക്ക് ആരോടൊക്കെയോ ദേഷ്യവും കലിയും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറയുമ്പം, അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കോളേജിൽ പോകാതിരുന്നു, കിട്ടുന്ന സമയം കോളേജിൽ പോയി എന്തെങ്കിലും പഠിക്കാനുള്ളതിന് വീട്ടിൽ കൂത്തിയിരുന്നു, അവിടെ ഇരുന്ന് ഫോണും ഞോണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ബബിത അതെ അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയുവാണ്. ഭയങ്കര അഹങ്കാരത്തോടെയാണ് ബബിതയുടെ സംസാരം. അന്നേരം അച്ഛൻ എന്താടി സംഭവിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ആണ് ബബിത പറയുന്നത്, അച്ഛൻ രാവിലെ ഒരു തലകറക്കം പോലെ വന്നു, അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന്. ആരാ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ, അവൾ അലീന ആംബുലൻസൊക്കെ വിളിച്ച് വരുത്തി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാം, ഇത് അറിഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഒരു കാര്യം ഓർത്തോ, ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ കിടന്നുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും, അതുകൊണ്ട് മറച്ചു വയ്ക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്ന് പറയും. അന്നേരം ഭവതി ചോദിക്കുന്നുണ്ട്, അതല്ല അമ്മയും അച്ഛനും ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നവരല്ലേ, പിന്നെ എന്തിനാ അമ്മ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ഭവതി പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യവും അറിയുമെന്നല്ല പറഞ്ഞത്, അങ്ങനെയാണോ എങ്കിലേ എല്ലാ കാലത്തും ഇത് തന്നെ ഇങ്ങോട്ട് തിരിച്ച് പറയണേ എന്നൊക്കെ. അന്നേരം ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. ആയിക്കോട്ടെ അവിടെ ഇരുന്ന് എല്ലാം പഠിക്കാൻ നോക്ക്, കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിയുമ്പോഴും ആ ഒരു അഹങ്കാര ഭാവമാണ് ബബിതയുടെ മുഖത്ത്. ഏതായാലും ഫോണൊക്കെ വെച്ച് എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കിടക്കുവാണ് വൈജയന്തി. ആ സമയത്താണ് കമലയുടെ ഫോൺ കോൾ ചെല്ലുന്നത്. കമല ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണല്ലോ, അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചത് ചോദിക്കും, വൈജയന്തി എനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ. വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം, നീ ബാലേന്ദ്രൻ്റെ കാര്യം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഇവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞു, പിന്നെ ഞാൻ പിള്ളേരെ വിളിച്ച് ചോദിക്കുമായിരുന്നു, അവരാരും ഈ വിശേഷങ്ങളൊന്നും എന്നോട് വിളിച്ച് പറഞ്ഞില്ല, നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ടാലേ എന്നിങ്ങനെ വൈജയന്തി പറയുക. അന്നേരം കമല പറയുന്നുണ്ട്, അതങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ എങ്ങനെയാണ് ബാലേന്ദ്രന് അറ്റാക്ക് വന്നത് എന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല പറഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിക്കുവാണ്. അന്നേരം കമല പറയുവാണ്, അതേ കടപ്പാട്ടൂർ വീട്ടിൽ പോലീസ് കയറി നിൻ്റെ മോനെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അത് കണ്ടിട്ടാണ് ബാലേന്ദ്രന് തലകറക്കവും അറ്റാക്കും ഒക്കെ വന്നത് എന്ന് പറയും. അധികം ഭയങ്കര ടെൻഷനാകും വൈജയന്തിക്ക്. പോലീസ് വന്ന് രോഹിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ, അതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം കറക്റ്റ് കാര്യം പറയുന്നതിന് പകരം കമല പറയുവാണ്, എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല, പോലീസുകാരെ കണ്ട് അവൻ അവിടുന്ന് ഇറങ്ങി ഓടാൻ നോക്കി, പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ച് ബാലചന്ദ്രൻ്റെ മുന്നിൽ കൊണ്ടിട്ട് നല്ല ഇടിയിടിച്ചു, അത് കണ്ടാണ് ബാലചന്ദ്രൻ കുഴഞ്ഞു വീണ് അറ്റാക്കൊക്കെ ആയത്. പിന്നെ അവിടുന്ന് രോഹിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പോലീസുകാർ ലോക്കപ്പിലിട്ടും അവൻട്ട് നല്ല ഇടി കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ചങ്കൊക്കെ ഇടിച്ച് കലക്കിയിട്ടുണ്ടെന്ന് അറിയാൻ
സാധിച്ചത്, ഇനി അവൻ ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ് വൈജയന്തിക്ക്. ഇത് എന്നതാ കമലയെടുത്ത് എന്താ സംഭവിച്ചേ, വല്ലതും അറിയാമെങ്കിൽ പറ എന്ന് പറയുക. അന്നേരം കമല പറയുവാണ്, എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യം പറയാം. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പെണ്ണ് കേസിലാണ് എന്ന് അറിയാൻ സാധിച്ചത്. അവൻ ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഏതോ ഒരു വീട്ടിലേക്ക് പോയി. ആ കൂടെ എൻ്റെ ഹരിയെയും വിളിച്ചുകൊണ്ട് പോയി. അവനിവിടെ വെറുതെ ഇരുന്നതാണ്, അവനെയും വിളിച്ചുകൊണ്ട് പോയി. എന്നാൽ അതിൻ്റെ വല്ല കാര്യമുണ്ടോ അവന്? എൻ്റെ ഹരിയോട് പറയണ്ടേ നീ കൂടെ വരണ്ടെന്ന്. അതിന് പകരം അവൻ കൂടെ കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ മോനെയും കൂടി പോലീസ് തന്നെ കൊണ്ട് പിടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഹരിമോനല്ലേ, അവൻ്റെ സ്വഭാവം നല്ല രീതിയിൽ എനിക്കറിയാം. അവൻ ഈ ലോകത്ത് കണ്ട ഏറ്റവും വലിയ തല്ലിപ്പുളിയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരാത്ത പന്നത്തരങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം കമല, ദേ എൻ്റെ ഹരിയെക്കുറിച്ച് പറയണ്ട, നിൻ്റെ മോൻ നല്ല ഗുണമുള്ളത് കൊണ്ടാണോ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? അതുകൊണ്ടാണോ ലോക്കപ്പിൽ കിടന്ന് ഇപ്പോൾ ഇടി കൊള്ളുന്നത് എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി ചോദിക്കും, ഈ പറഞ്ഞ ഹരിമോൻ ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട്, അതല്ലേ കഷ്ടം, എൻ്റെ ഹരിമോനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിന്ന്. അന്നേരം വൈജയന്തിക്ക് ഇത്തിരി സമാധാനമാവും. വൈജയന്തി പറയുക, അപ്പോൾ ഹരിമോനെയും പോലീസ് കൊണ്ടുപോയല്ലേ, അതെ എനിക്കത് മതി. ഇനി പോലീസ് കാര്യങ്ങളൊക്കെ അങ്ങ് തെളിയിച്ചോളും, അവർ നേർവഴിക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവന്നോളും എന്ന് പറയുക. അന്നേരം കമല ചോദിക്കും, എൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമാണോ എന്ന്. അന്നേരം സന്തോഷം തന്നെയാണ്, കാരണം അവനായിരിക്കും എൻ്റെ രോഹിയെ കൂട്ടിക്കൊണ്ടുപോയത്. അവൻ പണ്ട് എൻ്റെ വീട്ടിൽ കയറി അലീനയോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, എന്നിട്ടാണോ ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം കമല പറയുവാണ്, ആ കാര്യത്തിൽ എൻ്റെ ഹരിമോൻ ഓരോ തെറ്റും ചെയ്തിട്ടില്ല, ഒരു സൂത്രം കാണിച്ചു തരാം, ഒരു തമാശ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രോഹിയാണ് അവനെ അങ്ങോട്ട് വിളിച്ചത്. എന്നിട്ട് അവൻ കാട്ടിക്കൂട്ടിയതിൽ ഹരിയെ കൂടി അവൻ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് സംസാരിച്ച് എൻ്റെ മോൻ്റെ തലയിൽ എല്ലാം കൂടെ എടുത്തിടാമെന്ന് വിചാരിക്കേണ്ട എന്ന് കമല പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിനെയും ജാമ്യത്തിൽ പുറത്തിറക്കണ്ടേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം കമല പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ കമല പറയുവാണ്, ഇതൊക്കെയാണെങ്കിലും നീ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ രണ്ട് കുടുംബത്തിലും ഈ നാശങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാണ്, അലീന. അവൾ കാലെടുത്ത് വെച്ച പിന്നെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ എന്ന് ഈ പാലായിൽ നിന്ന് അടിച്ചോടിക്കുന്നു അന്നേ നമുക്കൊക്കെ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു തരുന്നു, അവൾ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇവിടെ കിടന്നുകൊണ്ട്, ഈ ഒരു അവസ്ഥയിലായി പോയില്ലേ ഞാൻ എന്നൊക്കെ പറയുന്നു. അന്തേക്കും കമല, അതെ എനിക്ക് വേറെ ഫോൺ കോൾ വരുന്നുണ്ട്, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ, എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ചിട്ട് പിന്നെ ആലോചിക്കുക അടുത്ത പാര ആർക്കിട്ട് വെക്കാം എന്ന്. പിന്നീട് ഗോവർദ്ധനെ കാണിക്കുന്നുണ്ട്. ഗോവർദ്ധൻ സുലോചനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ പറയുക. എന്നിട്ട് സുലോചന ചോദിക്കും, എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, വൈജയന്തിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നമ്മൾ നിൽക്കണ്ട എന്ന് ബാലേട്ടൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അങ്ങോട്ട് ഞാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പം ഗോവർദ്ധൻ പറയും, ബാലേന്ദ്രൻ ഇങ്ങനെ കാർഡിയാക് ICUലാണ്, ചെറിയൊരു അറ്റാക്കോട് വന്നു എന്ന്. അതിന് കാരണം എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ ആകെ ടെൻഷനാകും സുലോചനയ്ക്ക്. നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, എനിക്ക് പണിയായി, ഇനി എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ചേച്ചിയും ഏട്ടനും ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആരാ ഉള്ളത് എന്നിങ്ങനെ പറയുമ്പം സുലോചന ഇത്തിരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം ഏട്ടന് തന്നെ ചെയ്യാൻ പറ്റുമോ, രണ്ട് കൈയും രണ്ട് കാലും അല്ലേ നിങ്ങൾക്കും ഉള്ളൂ എന്ന് ചോദിക്കുക. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, പിന്നെ ഒരു ഭാഗ്യമുണ്ടായി, 3 കടയും ഒരാഴ്ചത്തേക്ക് അങ്ങ് അടച്ചിട്ടേക്കാൻ പറഞ്ഞു, അതുകൊണ്ട് കടയിലേക്ക് പോകണ്ട എന്ന് പറയും. അന്നേരം അതാരാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അലീനയാണ് പറഞ്ഞത്, അവൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ ബാലേട്ടനും പറഞ്ഞു എന്ന് പറയും. അന്നേരം സുലോചന ചോദിക്കുക, അതെന്തിനാ അങ്ങനെ അടച്ചിടുന്നേ, അവളെങ്ങനെ പറയാൻ കാരണം എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് ഗോവർദ്ധൻ പറയുന്നത്, ഇത് നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, നമ്മുടെ കൈ നിൽക്കത്തില്ല, അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടേ എന്ന ടെൻഷനില്ല ഞാൻ. ഏതായാലും നീ ഫോം വെച്ചു, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ല്, ഞാൻ ഏതായാലും നമ്മുടെ വക്കീലിനെ ഒന്ന് കാണട്ടെ, എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ഈ സുനന്ദയുടെ ഹസ്ബൻഡ് AIC ആണല്ലോ, അങ്ങനെ വിളിക്കുക. എന്നിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ഇപ്പോൾ സ്റ്റേഷനിലെ കാര്യങ്ങൾ അറിയാൻ, അവരുടെ പേരിൽ എന്ത് രീതിയിലുള്ള കേസാണ്, ഏതൊക്കെ വകുപ്പാണ് എഴുതി ചേർക്കുന്നത് എന്നറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങേര് കിടന്നിങ്ങനെ ഉരുണ്ട് പെരണ്ട് അങ്ങനെ വലിയ താല്പര്യമില്ലാതെ ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാത്ത പോലെ പെരുമാറുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇങ്ങനെ പെരുമാറരുത് അങ്ങളെ, ശരിക്കും നിങ്ങളുടെ ഭാര്യയുടെ ചേട്ടൻ്റെ മകനല്ലേ ഇപ്പം പോലീസ് സ്റ്റേഷനിലുള്ളത്, അവനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നോക്കട്ടെ മനു, ഞാൻ ഭയങ്കര തിരക്കിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം
വിളിക്കാം എന്നൊക്കെ പറയും. അന്നേരവും മനു പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണേ, അവിടെ ചെന്ന് കഴിയുമ്പം കേസിൻ്റെ രീതി എന്താണ് എന്നൊന്ന് അന്വേഷിച്ചിട്ട് പറയണേ എന്നൊക്കെ പറയുമ്പം എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറി അങ്ങനെ ഇടപെടാനൊന്നും പറ്റത്തില്ല. ഞാനും ബാലേന്ദ്രനും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പറ്റത്തൊന്നുമില്ല, ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ട് വെക്കുവാണ്. അന്നേരം മനു ഫോൺ വെച്ച് ചെയ്യുമ്പം പറയുന്നുണ്ട് നിർഗുണൻ, ഗുണവും ഇല്ല ദോഷവും ഇല്ല ഈ സാധനത്തിനെ കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് പോലീസുകാർ ഹരിയും കൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് വരുവാണ്. വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാനാണല്ലോ, തെളിവെടുപ്പിന് വേണ്ടിയാണ് വരുന്നത്. അന്നേരം ഗേറ്റ് അടച്ചിട്ട് വെക്കില്ല, ആൾക്കാരൊക്കെ വന്ന് ബഹളം വെക്കുന്നുണ്ട്, അകത്തുനിന്ന് കുറ്റിയിട്ട് വെക്കുക. കുറേ നേരം ഓണടിക്കും, അത് കഴിഞ്ഞ് ഗേറ്റിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആരും കേൾക്കുന്നില്ല. ലാസ്റ്റ് അതിലൊരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അവൻ്റെ ചേട്ടൻ്റെ ഫോണിലോട്ട് വിളിക്കുക, അന്നേരം അവൻ ഫോൺ എടുക്കുമെന്ന്. അന്നേരം എസ് ഐ പറയും എന്നാൽ ആ വണ്ടി കയറിക്കും, ഞാൻ അവനെ വിളിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ മനുവിനെ ഫോൺ വിളിക്കുന്ന എസ് ഐയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.